ഈ യുദ്ധം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വന്ന ചില പ്രസ്താവനകൾ നമ്മൾ പരിശോധിക്കണം. അവർ പറഞ്ഞിട്ടുള്ളത് ഇത് 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് ഈ യുദ്ധം അവസാനിക്കില്ല, ആഴ്ചകളോളം നീണ്ടു നിൽക്കും എന്നൊരു സൂചനയാണ് ഇസ്രായേൽ തന്നത്. അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇസ്രായേലിന്റെ അടിസ്ഥാന ലക്ഷ്യം? ആ അടിസ്ഥാന ലക്ഷ്യം 3 എണ്ണമാണ്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിലൊന്ന്, അവർ ഒരു ന്യൂക്ലിയർ ആയുധം കൈവശം വെക്കുന്ന രാജ്യമായി മാറാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. കാരണം നിരന്തരമായി ഇസ്രായേൽ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഇറാന്റെ ഇസ്ലാമിക രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു അറബ് രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ഇസ്ലാമിക രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യമാണത്, അറബ് രാജ്യമല്ല. കാരണം അവിടുത്തെ കമ്മ്യൂണിറ്റി വളരെ ഡിഫറന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി പറയുന്നത് ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് തുടച്ചു മാറ്റുമെന്നാണ്. എന്നാൽ ഒരിക്കൽ പോലും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറാനെ ഈ ഭൂമുഖത്തൊന്ന് തുടച്ചു മാറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ നിരന്തരമായി ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ NPTയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അതായത് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും തരത്തിൽ ആണവായുധത്തിലേക്ക് പോകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും അവരെ അണുവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ അറ്റാക്കുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും എടുത്ത തീരുമാനമല്ല. തുടർച്ചയായി ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വേണ്ടി വന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാകിസ്ഥാൻ ഞങ്ങൾക്കൊരു ഭീഷണിയാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ സ്റ്റേറ്റ്മെന്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ആണവായുധത്തിലേക്ക് പോകുന്നത് എന്ത് വില കൊടുത്തും തടയുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്, അതായത് ഇപ്പം തന്നെ യുറേനിയം എൻറിച്ച്മെന്റ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഏതാണ്ട് 60% എത്തി എന്നാണ് പറയുന്നത്. ഒരു 80% കടന്നാൽ അവർക്കത് അണുവായുധമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ ആ യുറേനിയം എൻറിച്ച്മെന്റിന്റെ ഫർദറായിട്ട് അല്ലെങ്കിൽ വീണ്ടും അത് സമ്പുഷ്ടീകരണ പ്രക്രിയയിലേക്ക് പോകുന്നതിനെ എന്ത് വില കൊടുത്തും തടയുക എന്നുള്ള ലക്ഷ്യം ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് വില കൊടുത്തും തടയാൻ അവർ പരിപൂർണ ശ്രമങ്ങൾ നടത്തും. തിരിച്ച് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്ക് അവർ സന്നദ്ധമായാലും അവർ ആണവായുധമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ പല തവണ ഇറാന്റെ പരമാധികാരി അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ 2 പേരുടെയും നിലപാടുകൾ ഒരിടത്തും യോജിക്കുന്നതല്ല. നമ്മൾ ഈ ചർച്ചകളിലൊക്കെ സമയത്ത് 6 ഘട്ട ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും അമേരിക്കയെ ഇപ്പൊ ഒമാനിൽ വെച്ച് ഇന്നലെ ചർച്ച നടത്തായിരുന്നതാണ്. അപ്പൊ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല. കാരണം 2 പേരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വൈരുദ്ധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 2 പേർക്കും ഒരു എക്സിറ്റ് ഓപ്ഷനും വേണം. എന്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കും? ഇപ്പൊ 2 പേർക്കും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ യുദ്ധം ഇപ്പൊ നിലകൊള്ളുന്നത്. അതൊന്ന്. രണ്ടാമതൊരു കാര്യം, ഈ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇറാനെതിരായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ഒരു കൺസോൾട്ടേഷൻ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മറിച്ച് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഇറാന്റെ ഭാഗത്ത് നോക്കിയാൽ ഹിസ്ബുള്ളയെ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം സംഘടിക്കുന്ന ഒരു അച്ചുതണ്ടായി രൂപപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട്. ഇപ്പുറത്ത് അവിടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരാ? ഇപ്പൊ അവർക്ക് ചൈന പിന്തുണ കൊടുക്കാം, റഷ്യ പിന്തുണ കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇറാന് അങ്ങനെയുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ തന്നെ അവർ തന്നെ നേരിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായത്തിനും പോകത്തില്ല. കാരണം റഷ്യയുടെ സാഹചര്യം നമുക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അവരുടെ ഒരു ഇക്കോണമിക് ആയിട്ട് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രോഗ്രസിലേക്കല്ല ഇപ്പൊ പോകുന്നത്. അത് അവർക്ക് ആഭ്യന്തരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരും പെട്ടെന്ന് ഇതിനകത്തേക്ക് ഒരു ഡയറക്റ്റ് സപ്പോർട്ടിലേക്കൊന്നും പോകില്ല. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ഒരുപാട് രാജ്യങ്ങളൊന്നും പ്രത്യക്ഷമായി ഇൻവോൾവ് ചെയ്യത്തില്ല. പരോക്ഷമായി ഇടപെട്ടേക്കാമെങ്കിലും പ്രത്യക്ഷമായി ഈ 2 രാജ്യങ്ങളും തന്നെ തമ്മിലുള്ള യുദ്ധമായി തന്നെ ഇത് മുന്നോട്ട് പോകും. പിന്നെ ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തും, അവരെ സഹായിക്കുന്ന ക്യാമ്പുകൾക്കെതിരെ ആക്രമണം നടത്തുമെന്നൊക്കെ പറയുന്നതല്ലാതെ അമേരിക്കയുടെ ഒരു പൗരനെതിരെയും ഒരു നടപടി എടുക്കുവാനും ഇറാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഡൊണാൾഡ് ട്രംപിനോട് തന്നെ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഏതെങ്കിലും പൗരന് ഏതെങ്കിലും ആൾനാശം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അതുകൊണ്ടാണല്ലോ ഇപ്പൊ തന്നെ അവിടെയുള്ള ഇറാന്റെ പരമാധികാരിയെ വധിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടപ്പം പോലും അതിനെ വീറ്റോ ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള കമന്റുകളാണ് വരുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ പൗരനെ ഡയറക്റ്റ് ആയിട്ട് അവർ അറ്റാക്ക് ചെയ്തില്ല. അപ്പൊ ഇവരെല്ലാം താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുന്നത് തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എനർജി സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഈ മേഖലകളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തലവേദനയായി നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ അവരെ പരിപൂർണമായി ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ, രണ്ടാമത് ഈ ബാലിസ്റ്റിക് മിസൈലും വരുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിൽ ശക്തമായ ആയുധവൽക്കരണത്തിലേക്ക് ഇറാൻ പോകുന്നതിനെ തടയുക. അത് ന്യൂക്ലിയർ എങ്കിൽ ന്യൂക്ലിയർ, ബാലിസ്റ്റിക് മിസൈൽ എങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ. കാരണം ഇപ്പോൾ പോലും അവസാന ഘട്ടത്തിൽ അവർ ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈലിന് കൊടുത്ത നാമധേയം നമ്മൾ ശ്രദ്ധിക്കണം. അവസാനം ഒരു പ്രയോഗിച്ച ബാലിസ്റ്റിക് മിസൈലിന് ഖാസിം എന്നുള്ള പേരാണ് കൊടുത്തത്. ഹജ്ജ് ഖാസിം എന്നുള്ള പേരാണ് അവരുടെ മിസൈലിന് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഖാസിം സുലൈമാനി, നേരത്തെ അമേരിക്ക വധിച്ച ഖാസിം സുലൈമാനിയോടുള്ള ആദരസൂചകമായിട്ടാണ് അവർ ആ പേരിട്ടിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം തീവ്രവാദ നിലപാടുകൾ പുലർത്തുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തരത്തിലുള്ള വെപ്പണൈസേഷൻ പ്രോഗ്രാം, ആയുധവൽക്കരണത്തിന് വേണ്ടിയുള്ള നീക്കം പരിപൂർണമായി തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ സർവ്വവിധ സന്നാഹങ്ങളും ഒരുക്കും എന്നുള്ളതാണ്. അതിനവർക്ക് പൂർണ്ണമായ പിന്തുണ അമേരിക്കയുടെ പക്ഷത്തു നിന്നുണ്ട്. പലപ്പോഴും വൈറ്റ് ഹൗസ് ഇപ്പം പറഞ്ഞിരുന്നല്ലോ, ഇറാനെ ആക്രമിക്കുന്നതിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമായി വൈറ്റ് ഹൗസ് പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് പറന്നുയർന്ന ചില ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ തങ്ങൾ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം പരോക്ഷമായെങ്കിലും അമേരിക്ക ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പൂർണ്ണമായി ഇസ്രായേലിന് പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അധിക നാൾ നീണ്ടുപോകുമോ എന്ന ചോദ്യം അത് അവരുടെ എത്രത്തോളം അതിന്റെ ടാർഗറ്റ് ഇസ്രായേൽ അച്ചീവ് ചെയ്യുന്നു, നേടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളൊന്നും ഇതുപോലെ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും റഷ്യ നമ്മുടെ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ബലപരീക്ഷണങ്ങളും ബലവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ അവരുടെ ലക്ഷ്യം ഏതെങ്കിലും പൂർത്തീകരിക്കുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ പ്രത്യക്ഷമായി മറ്റേതെങ്കിലും രാജ്യങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം പരിശോധിച്ചാൽ അതൊരു ഏതെങ്കിലും 2 രാജ്യങ്ങൾ മാത്രമായി ഒതുങ്ങി പോകുന്ന തരത്തിലേക്ക് ആ യുദ്ധം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ നമ്മുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അവിടെ അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ അവർ ഒരുക്കുന്നതായിട്ടുള്ള വാർത്ത അവിടുത്തെ എല്ലാ മീഡിയകളും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അന്തർദേശീയ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഓരോ ദിവസവും അവരെടുക്കുന്ന സ്റ്റെപ്പുകൾ മാത്രമല്ല, അവർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തും. ഇത് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല. ജോ ബൈഡൻ ഇരുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ തീരുമാനിച്ചതാണ്. ജോ ബൈഡൻ അന്ന് പിന്തുണ കൊടുത്തതാണ്. ഒടുവിൽ ഇസ്രായേൽ അന്ന് മാറുകയായിരുന്നു പിന്നീട്. പക്ഷെ ഇപ്പൊ വീണ്ടും ട്രംപ് വന്ന സമയത്ത് ഇവര് ഈ പശ്ചാത്തലത്തിലൊക്കെ വീണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അവര് ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നടത്തിയ ഒരു ആക്രമണമല്ല ഇത്. വളരെ ആലോചിച്ചുറച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ ഒരു നീക്കമാണ്. അത് വെൽ പ്ലാൻഡ് ആണ്. അതിനകത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പൂർണ്ണമായ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കില്ല. മാത്രമല്ല ലോകക്രമത്തിലുള്ള മറ്റു രാജ്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പ്രധാന ശക്തികൾ നിലകൊള്ളുന്നു. ആരാണ് പങ്കെടുക്കുക? റഷ്യക്ക് പങ്കെടുക്കാൻ പറ്റുമോ? റഷ്യ എങ്ങനെയെങ്കിലും നോക്കുന്നത് ഇതിനകത്തൊരു മധ്യസ്ഥ ശ്രമം വഹിച്ചുകൊണ്ട് ഉക്രൈന്റെ വിഷയത്തിലെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടൊരു പങ്കാളിത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയെ പലതരത്തിലുള്ള വികസന പദ്ധതികളെ അത് അഫക്ട് ചെയ്യും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ശോഭനകരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല ചൈന കടന്നു പോകുന്നത്. ഇനി പിന്നെ ആരാണ് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ പെട്ടെന്ന് അവർക്കൊരു സഹായഹസ്തമായിട്ട് വരികയും യുദ്ധം നീണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്? അതിനുള്ള സാഹചര്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ, ഞാൻ പറയുന്നത് യുദ്ധം നീണ്ടുപോയാലും മറ്റു രാജ്യങ്ങളുടെ പങ്കാളിത്തം പ്രത്യക്ഷത്തിൽ ഇതിനുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെടിനിർത്തലിലൂടെ അവസാനിപ്പിച്ച് കാണുന്ന ലക്ഷ്യങ്ങളല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ നാളെ വേണമെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാം. പക്ഷെ അതിന് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൽ പൂർണ്ണമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫർദറായിട്ടുള്ള ഡെവലപ്മെന്റിനെ തടയുന്ന ഒരു ഘട്ടം വരെ എത്തിയെങ്കിൽ ഇപ്പൊ തന്നെ നടത്തിയ ആക്രമണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറികളിലും അത് അവരുടെ ഇന്ധനം നിറയ്ക്കുന്ന ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ആണ്. മറ്റൊന്ന്, അവരുടെ പ്രധാനപ്പെട്ട ആണവ ഗവേഷണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഇൻസ്റ്റലേഷനിൽ പോലും ആക്രമണം നടത്താനാണ് ഇസ്രായേൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ പരിപൂർണമായി അവർ ആ ലക്ഷ്യം നേടുന്നതിനെ തടയുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഇസ്രായേലിന്റെ ലക്ഷ്യമാണ്. അത് അവർ കൈവരിക്കുന്നത് വരെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.